വെറൈറ്റി സംഭവം കിട്ടിയാൽ നമ്മൾ എന്തായാലും അവിടെ എത്തുമല്ലോ അല്ലേ. ഇന്ന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാട്ടോ, പെരിന്തൽമണ്ണയിലുള്ള ഖദീജത്ത. നിങ്ങളും പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് കേട്ടോ ഇത്താൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ആണ്. അപ്പോൾ ഇതാ ഒരുപാട് വിഭവങ്ങൾ ഇത്ത ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ഡേറ്റ്സ് കേക്ക് എന്ന് തുടങ്ങാം അല്ലേ. ഇതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാലേ, പെർഫെക്ഷൻ ആണെങ്കിലും അടിപൊളിയാണ്. ഇതിൻ്റെ മുകളിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഈ ഒരു സിറപ്പ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് കഴിക്കുക. ടേസ്റ്റ് ആണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് ഡയറ്റ് ആണെങ്കിലും നമ്മൾ അറിയാതെ കഴിച്ചു പോകും. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം, കാരണം മധുരത്തിന് വേണ്ടിയിട്ട് ഇതിൽ മുഴുവനും ഡേറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കൊവേച്ചർ ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ വ്യത്യാസം കാണാനും ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു ചോക്ലേറ്റ് സിന്നമൺ റോൾ ഉണ്ടല്ലോ, ബ്രൗണി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റാണ്. അതിൻ്റെ മുകളിലും ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ, എൻ്റെ അമ്മോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു സിന്നമണിൻ്റെ ഫ്ലേവറൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതാ ഒറിജിനൽ ആൽമണ്ട് പൗഡർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാക്രോൺസ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കളർ പോലും ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു ക്വാളിറ്റിയും ടേസ്റ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമുണ്ട്. പിന്നെ കുക്കീസ് ഒന്നും പറയേ വേണ്ട, എല്ലാം നമ്മളൊരു പ്രീമിയം കഫേയിൽ പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബ്രൗണി, പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ലാവ എന്ന് പറഞ്ഞിട്ട്, അതായത് അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സാധാരണ നമ്മൾ മെയിൻ ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇതൊക്കെ കഴിക്കാറ്. എന്നാൽ ഇന്ന് വയറ് നിറയെ ഈ ഒരു മധുരം കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ലഞ്ചിൻ്റെ വിഭവങ്ങൾ മുന്നിലെത്തിയത് കേട്ടോ. ഇത്താൻ്റെ സ്പെഷ്യൽ ബിരിയാണി മസാല ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ കിട്ടിലൻ ചിക്കൻ ബിരിയാണി, ബേബിക്കോണും മഷ്റൂമും ചിക്കനും പിന്നെ 1-2 ലീഫി വെജിറ്റബിൾസ് ഒക്കെ ചേർത്തുണ്ടാക്കിയ ജപ്പാൻകാരുടെ സ്വന്തം റാവൻ നൂഡിൽസ്, അടിപൊളി ചിക്കൻ ഫ്രൈ, പിന്നെ സ്വന്തം പാടത്ത് കൃഷി ചെയ്തിട്ടുള്ള അരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചോറ്, മീൻ കറി, പിന്നെ വേറെ കുറേ കൂട്ടാനും മഷ്റൂം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാലഡൊക്കെ കണ്ടോ, അതൊക്കെ വെറൈറ്റി ആയിരുന്നു. പിന്നെ ഒരു അടിപൊളി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ കൂടിയിട്ടൊരു സൂപ്പർ ഡ്യൂപ്പർ ലഞ്ച് തന്നെ എന്ന് പറയാം. ഈ കണ്ടതും ഇതിനപ്പുറമായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത്താൻ്റെ മെനുവിൽ. അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വെറൈറ്റി ആയിട്ടുള്ള മുരിങ്ങയില കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാൻ കേക്ക് പൗഡർ, ഇൻസ്റ്റൻറ്റ് ടീ പൗഡർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഗൾഫിലൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചാറുകൾ, ഫ്രോസൺ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് മുറ്റത്തിറങ്ങി. മുറ്റത്തും ഒരുപാട് കാണാനുണ്ടായിരുന്നു കേട്ടോ. ഡ്രമ്മിലൊക്കെ നിറയെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ കുറേ നാരങ്ങ, അതുപോലെ അനാറ്, റംബൂട്ടാൻ മരങ്ങൾ, അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ നടന്ന് കണ്ടു. പിന്നെ കുറേ റംബൂട്ടാനൊക്കെ കഴിച്ചു. അപ്പോൾ ഇതുപോലുള്ള എല്ലാ ഡെസേർട്ട് ഐറ്റംസും അതുപോലെ ബിരിയാണി അടക്കമുള്ള ഭക്ഷണ സാധനങ്ങളും മസാലപ്പൊടികളും ഒക്കെ നിങ്ങൾക്കും ഓർഡർ ചെയ്യാം. ഇത്താൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ടേസ്റ്റ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അതുപോലെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇത്താൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഉമ്മു കിച്ചൺ എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.